എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് എതിർപ്പുകൾ പ്രശ്നമാകാതെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനമെടുത്തിരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ വെളുത്ത ശംഖ് പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. വെളുത്ത ശംഖ് പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം. എതിർപ്പുകൾ പ്രശ്നമാകാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ എതിർപ്പുകൾ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെ ഈ എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഒരുപാട് ആലോചിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് സങ്കീർണതകളും മാനസിക സംഘർഷങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? എതിർപ്പുകൾ അത്രത്തോളം ശക്തമായപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം എതിർപ്പുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ അറിയാൻ കഴിയും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പരസ്പര ഇഷ്ടമാണ്. പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ധാർമ്മികതയ്ക്ക് ഒരുപാട് പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ ധാർമ്മികതയെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ധാർമ്മികതയെ പിന്താങ്ങി, ധാർമ്മികതയ്ക്ക് പിന്തുണ നൽകി മുന്നോട്ട് പോകുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുണ്ടായിരുന്നത്. ധാർമ്മികമായ കാര്യങ്ങൾക്ക് പ്രസക്തി നൽകുന്നതുകൊണ്ട് തന്നെ ജീവിതം ഒരു സുരക്ഷിതമായ ചട്ടക്കൂടിൽ എപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികമല്ലാത്ത ഒരു വഴിയെയും ആ വ്യക്തി പിന്താങ്ങില്ല. ആത്മീയ ചൈതന്യമുള്ള ഒരു ജീവിതം തന്നെയാണ് ആ വ്യക്തിയുടേത്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ധാർമ്മികത വിട്ട് ഒരു കാര്യത്തിന് പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രത്യേകത ആ വ്യക്തിക്കുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ വളരെയധികം മുറുകെ പിടിച്ചുകൊണ്ട് ധാർമ്മികമായ എല്ലാ ദർശനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോഴും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജിയോടെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അവയിലെ പ്രശ്നങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മയെ പിന്താങ്ങിയിട്ടുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള മാനസികമായ ആ അടുപ്പം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഒരു അധാർമികതയും ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജിയോടെ ആ വ്യക്തി എന്ന് മുന്നോട്ട് പോകുന്നു. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികളൊക്കെ ആ വ്യക്തി തരണം ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് ദർശനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ശ്രമിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തന്മയത്വത്തോടെ തരണം ചെയ്തിട്ടുണ്ട് ആ വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ആത്മാർത്ഥമായി ഇപ്പോഴും ആ വ്യക്തി സ്നേഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും ഉൾപ്പെട്ട ഒരു ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ എതിർക്കും, അവരെ എതിർക്കാൻ കഴിയുമോ എന്നുള്ളൊരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് ആ വ്യക്തികളിൽ നിന്നുള്ള കൃത്യമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്ത് വില കൊടുത്തു അതിനെ എതിർത്ത് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അത് ആ ബന്ധത്തിൻ്റെ ദൃഢതയെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് റോസാപുഷ്പം പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിൽ പറയാം. വൈകാരികമായൊരു ഇഷ്ടം, വൈകാരികമായൊരു ആകർഷണം, വല്ലാത്ത ഒരു ആത്മബന്ധം. ഹൃദയത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വലിയ തരത്തിലാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ സ്നേഹിക്കുകയല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു ലക്ഷ്യവുമില്ല. നിങ്ങളെ സ്നേഹിക്കുകയല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു
മോഹവുമില്ല. വൈകാരികമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുന്നവരെ ശക്തമായി എതിർക്കുന്ന ഒരു രീതിയാണ്. അല്പം പോലും അതിനെ ഭയപ്പെടുന്നില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഭയപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അത് ഏത് വിധേനയും തടയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ തടയാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏത് വിധേനയും അതിനെ തടഞ്ഞ് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം, ഒരു നിർണായകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളെ ആ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് കാണുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിങ്ങളെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ടൊരു ജീവിതം ആ വ്യക്തിക്കില്ല. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിക്കും നിങ്ങൾക്കും വേണ്ടപ്പെട്ട ആരൊക്കെ ഈ ബന്ധത്തിനെ എതിർത്താലും അങ്ങനെ ആ ബന്ധത്തെ ഇട്ടുകൊണ്ട് പോകാൻ തയ്യാറുള്ളൊരു വ്യക്തിയല്ല. ആ ബന്ധത്തെ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാനും ആ ബന്ധത്തെ ദൃഢമായി കൈകാര്യം ചെയ്യാനൊക്കെയാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. വലിയ തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടെ ആരെതിർത്താലും വൈകാരികത നിറഞ്ഞ ഒരു പ്രണയമായതിനാൽ തങ്ങളെപ്പോലെ ലോകത്ത് ആരും പ്രണയിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ്. ഒരിക്കലും നിങ്ങളെ വേറൊരാൾക്കും നിങ്ങൾ ആ വ്യക്തിയെ വേറൊരാൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രണയമെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ദുഃഖവും നിങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾ പ്രണയിച്ചത് തന്നെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ സഹിച്ചാണ്. റോസാപുഷ്പത്തിന് മുള്ളുകളുണ്ട്, പക്ഷേ ആ പുഷ്പം വളരെ മനോഹരമാണ് എന്ന് പറയുന്നത് പോലെ ആ പുഷ്പത്തിലേക്ക് നിങ്ങൾ എത്തിയത്, ആ പ്രണയത്തിൻ്റെ സാഫല്യത്തിലേക്ക് നിങ്ങൾ എത്തിയത് ഒരുപാട് മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ചോര പൊടിയുന്ന അന്തരീക്ഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴും അതിന് സമാനമായ അന്തരീക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എതിർക്കുന്നവരുണ്ടാകാം. ശക്തമായ ജീവിതത്തിൽ എതിർക്കുകയും നിങ്ങൾക്ക് വിലങ്ങുതടികളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു പ്രചോദനമാണ്, ശക്തമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടമാണ് അതിൽ നിന്ന് കാണുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും പരാജയപ്പെടുത്താനോ തോറ്റുപോകാനോ മറക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറല്ല. വെല്ലുവിളികൾ സ്വീകരിക്കാൻ തന്നെ ആ വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.